السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الله. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, അള്ളാഹുവിൽ നിന്നുള്ള സുരക്ഷയും സമാധാനവും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സദാ വർഷിപ്പുമാറാകട്ടെ. നമ്മളൊക്കെ സൃഷ്ടിച്ചതും സംവിധാനിച്ചതും അള്ളാഹുവാണ്. ആ ഒരു ബോധം നമ്മൾക്കെപ്പോഴും ഉണ്ടാവണം. ഏതൊരവസരത്തിലും നമ്മൾ ആശ്രയിതരാണ് അള്ളാഹുവെങ്കിൽ. നമ്മളുടെ കാര്യത്തിൽ അതീവ താല്പര്യമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക്. നമ്മളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അള്ളാഹു പറയുകയാണ്, അലം യ അലം ബിഅന്ന അല്ലാഹ യറ, നിങ്ങൾ അറിഞ്ഞിരിക്കണം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാണുന്നു എന്ന്. നമ്മുടെയൊക്കെ രഹസ്യമായ കാര്യങ്ങളൊക്കെ കൃത്യമായി അള്ളാഹു അറിയുന്നു. നമ്മുടെയൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആവലാതികളും പറയേണ്ടത് അള്ളാഹുവിനോടാണ്. നമ്മുടെയൊക്കെ വിളി കേൾക്കാനായി അതീവ താല്പര്യത്തോടെ കാത്തു നിൽക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. എപ്പോഴും നമ്മുടെ സൗകര്യങ്ങളും ഫെസിലിറ്റീസൊക്കെ കൊണ്ട് അള്ളാഹുവിൻ്റെ കാര്യം മറന്നു പോവുകയും അള്ളാഹുവിനെ വിളിക്കാനോ അള്ളാഹുവിനോട് സങ്കടങ്ങൾ പറയാനോ നമ്മൾക്ക് കഴിയാതെ പോകുന്നു എന്നാണ്. ആ കാര്യം ശ്രദ്ധിക്കാൻ അള്ളാഹു നമ്മളോട് ഉപദേശിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ് ഫമൻ യഫ്അലു ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. സത്യവിശ്വാസികളെ, നിങ്ങളുടെ സ്വത്തുക്കളും സന്താനങ്ങളും അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണയിൽ നിന്ന്, ചിന്തയിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാതിരിക്കട്ടെ. ആർ അങ്ങനെ ചെയ്യുന്നുവോ അവർ തന്നെയാണ് നഷ്ടക്കാർ. നമ്മൾ നഷ്ടക്കാരായി പോകരുത് എന്നതുകൊണ്ടാണ് അള്ളാഹു നമ്മെ മുൻകൂട്ടി കാര്യങ്ങൾ ഉണർത്തിക്കുന്നത്. എല്ലാ മനുഷ്യരുടെയും ആഗ്രഹം സുഖ സൗകര്യങ്ങളടങ്ങിയ ഒരു ജീവിതമാണ്. അതിന് കാരണം ചുറ്റുപാടുകളിൽ നിന്നും നമ്മൾ കണ്ടു മനസ്സിലാക്കുന്നതാണ്. എല്ലാ സുഖ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ആളെ നമ്മൾ കണ്ടെന്ന് വരാം. ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ സ്വസ്ഥതയോ സമാധാനമോ ഉണ്ടാവുകയില്ല. മാനസിക പിരിമുറുക്കം അവരെ അലട്ടുന്നുണ്ടാവാം. നമ്മളൊക്കെ കാണുന്നത് അവർ ഉപയോഗിക്കുന്ന ഫെസിലിറ്റികളാണ്. അതുകൊണ്ടാണ് നമ്മുടെ മനസ്സ് തേടുന്നത് അവരെ പോലെ ആയെങ്കിൽ ഒരുപക്ഷെ അവരായി നമ്മൾക്ക് അരമണിക്കൂർ പോലും ജീവിക്കാൻ കഴിയില്ല. അവർ കൊണ്ടു നടക്കുന്ന മാനസിക പിരിമുറുക്കമോ അവർ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നമോ ഒരുപക്ഷെ നമ്മൾക്ക് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. പടച്ച തമ്പുരാനെക്കുറിച്ചുള്ള സ്മരണയില്ലാതെ ജീവിതം നയിച്ചാൽ അവരുടെ ജീവിതം ഇടുങ്ങിയതായിരിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകുന്നു. വമൻ അഗറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ദൻക വനഹ്ശുറുഹും യൗമൽ ഖിയാമത്തി അഗ്മ. എൻ്റെ ഉത്ബോധനത്തെ വിട്ട് വല്ലവനും തിരിഞ്ഞു കളയുന്ന പക്ഷം തീർച്ചയായും അവന് ഇടുങ്ങിയ ഒരു ജീവിതമാണ് ഉണ്ടായിരിക്കുക. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ പരലോകത്ത് അവൻ അന്ധനായിക്കൊണ്ടുമാണ് ഉയർത്തെഴുന്നേൽപ്പിക്കുക. നോക്കൂ, ജീവിതം അമൂല്യവും വിലമതിക്കാനാവാത്തതുമാണ്. അതിനെക്കുറിച്ച് ശരിയായ കാഴ്ചപ്പാടുള്ളവരായിരിക്കണം നാം വിശ്വാസികൾ. വ്യക്തമായ ദിശാബോധത്തോടു കൂടിയല്ലാതെ ഈ ജീവിതം മുന്നോട്ട് നയിക്കരുത്. അതുകൊണ്ട് നമ്മെ സൃഷ്ടിച്ച് സംവിധാനിച്ച അള്ളാഹുയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഹൃദയത്തിൽ നിറയട്ടെ. അല്ലദീന ആമനു തത്മഇന്ന ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. വിശ്വസിക്കുകയും അള്ളാഹുവെ പറ്റിയുള്ള ഓർമ്മ കൊണ്ട് മനസ്സുകൾ ശാന്തമായി തീരുകയും ചെയ്യുന്നവരെ ശ്രദ്ധിക്കുക. അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മ കൊണ്ട് മാത്രമേ മനസ്സുകൾ ശാന്തമാകൂ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.